എറണാകുളം നെട്ടൂരിൽ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തി. കരിമുകൾ സ്വദേശി സുഭാഷാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. പുള്ളിയുടെ അളിയനാണോ വന്നേക്കുന്നത്? ബന്ധുമിത്രാദികളുണ്ട്, കുറച്ചുപേര് കരിമുകളിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ കരിമുകളിൽ നിന്ന് വന്നിട്ട് ബാക്കിയുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അദ്ദേഹം വീട് വിട്ടിട്ട് ഇവിടെ തന്നെ താമസിക്കുകയാണോ? പോയി അവിടെ ഇവിടെയെല്ലാം താമസിക്കുന്ന പ്രകൃതമാണെന്നാണ് പറയുന്നത്, അളിയൻ പറയുന്നത്. അങ്ങനെ പോകുന്നതായിരിക്കും പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ബാഗ് അടക്കം മേളിലുണ്ട്, ID കാർഡുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമം ഉണ്ടായില്ല. എല്ലാ സാധനങ്ങളും അത് എനിക്കറിയില്ല. ഇവിടെ മീൻ പിടിക്കുന്ന ആരോ ആണ് കണ്ടിരുന്നു. ഒരു 3-4 ദിവസത്തെ പഴക്കമുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ വീണതായിരിക്കാം എന്നാണ് പറയുന്നത്. അന്ന് അവർ പറഞ്ഞിട്ടില്ല. ബോഡിയുടെ അടുത്തേക്ക് പോയി അവരിപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴാണല്ലോ മുഴുവൻ അറിയാം. അപ്പോൾ അവർ കറക്റ്റായിട്ട് നിങ്ങളോട് പ്രതികരിക്കും. ഇല്ല ടീച്ചറെ, എന്താണെന്നറിയുമോ, ഈ ആള് കരിമുകൾ സ്വദേശിയാണ്. പുള്ളിയുടെ ID കാർഡ് എല്ലാം കിട്ടിക്കഴിഞ്ഞു പോലീസിന്. അവിടെ മിസ്സിങ് കേസിന് കേസ് എടുത്തിട്ടുണ്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ സുമേഷ് എന്ന് പറഞ്ഞ ആളാണ്, സുഭാഷ്. അത് പുള്ളിയുടെ സിസ്റ്റർ ഇവിടെ കല്യാണം കഴിച്ചേക്കണം, എൻ്റെ പാട്ട് പ്രമോദ് എന്ന് പറയുന്ന ആളിനെ കിട്ടിയാണ്. അപ്പോൾ അവൻ വന്നിവിടെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൊലപാതകമല്ല, ഇവന് സാമ്പത്തിക പ്രതിസന്ധി ഒരുപാടുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടുപോകും. ഇവിടെ ഇടയ്ക്ക് വരും, വീട്ടിൽ നിൽക്കില്ല. ഇവിടെയാണ് മുകളിലാണ് ഇപ്പോൾ താമസിച്ചിരുന്നത് വെച്ചാൽ മനസ്സിലായി, പോലീസുകാർ മനസ്സിലായി. അവിടെ അവൻ്റെ ബാഗ് അടക്കമുള്ള എല്ലാ ID കാർഡുകളും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് വീണാണ് എന്താണെന്ന് കാലൊക്കെ മടങ്ങിയിട്ടുണ്ട്, ഒടിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഫോറസ്റ്റ് അവർ വന്നാലും ബാക്കിയുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും ബാക്കിയുള്ളത് എന്താണെന്ന്. ആര്യ വിനോദ് സ്പോട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ആര്യ, മരണം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സൈഫു, ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു ഒഴിഞ്ഞ ഫ്ലാറ്റിനോടനുബന്ധിച്ചുള്ള മാലിന്യ കൂമ്പാരത്തിനടുത്ത് നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടുന്നത്. കരിമുകൾ സ്വദേശി സുഭാഷാണ് മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വിശദാംശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവർ ആളൊഴിഞ്ഞ ഈ ഒരു ഫ്ലാറ്റിൽ താമസമായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതിനാൽ വീട്ടിൽ നിന്നും മാറി താമസിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ ഇവിടെ താമസിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാഗും ഐഡൻറ്റി കാർഡ് ഉൾപ്പെടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുകളിൽ നിന്നും കാല് തെറ്റി താഴെ വീണതാകാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൊലപാതകത്തിന്റെ സൂചനകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് കൂടെ നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ കാൽ തന്നെ താഴേക്ക് വീണതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ കാലും ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസുകാരും വ്യക്തമാക്കിയത്. കുട്ടവഞ്ചിക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത് എന്നുള്ളതാണ്. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം നടക്കുകയാണ്. കുറെ വർഷങ്ങളായിട്ട് ഈ ഫ്ലാറ്റ് ആളൊഴിഞ്ഞ് കിടക്കുകയാണ്, താമസയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ഇതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിലുള്ള തീപിടുത്തവും ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിത നന്ദകുമാറാണ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായത്. അവരും പറയുന്നു ഈ ഒരു കാല് തന്നെ വീണതിൻ്റെ സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. പോലീസ് നടപടികൾ പൂർണ്ണമാവുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് അടക്കം കഴിഞ്ഞതിന് ശേഷമായേക്കാം ഇതിൻ്റെ ബാക്കി നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമാക്കുക. പോലീസിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്.